കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം. ഇങ്ങനെ എല്ലാവരെയും ആസ്വദിപ്പിച്ച് സുഖിപ്പിച്ചിരുന്നൊരു വ്യക്തിയാണ് ഇപ്പോൾ ഈ നിലയിൽ ഈ ഒരു ഹാളിലിരിക്കുന്നത്. എത്ര പേരെ ഈ ഗാനങ്ങൾ കേൾപ്പിച്ച് നിർവൃതിയിലാണെങ്കിൽ അതുപോലെ ഉല്ലസിപ്പിക്കുകയും ചെയ്തൊരു വ്യക്തി ഒരു സാധനമാണത്. അതുപോലെ തന്നെ ഹലോ മൈ ഡിയർ, റോങ് നമ്പർ. ഇത് വർക്ക് ചെയ്യുന്ന കേട്ടോ ഇപ്പോഴും. ഇതൊരു ഫോൺ. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ ആരുടെ എവിടെയില്ല, ഇത് മൺമറിഞ്ഞു പോയ പോലെ ആരുടെയും കയ്യിലില്ല. പക്ഷെ ഇദ്ദേഹം നല്ല ഒരു വേല ചെയ്തിരുന്നു, നല്ലൊരു കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഇന്നും ഇദ്ദേഹം ഇവിടെ മനോഹരമായി സൂക്ഷിക്കപ്പെടുന്നു. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ജീവിതവും. നമ്മൾ ഈ ലോകത്ത് അധികം നാളില്ല. അപ്പോൾ നമ്മൾ ഈ ജീവിക്കുമ്പോൾ നമ്മുടെ എന്തെങ്കിലും ബാക്കി വെച്ചിട്ട് പോകണം നമ്മൾ ഇവിടുന്ന് പോകാൻ. പണമോ പ്രതാപമോ ഒന്നുമല്ല, ഒരു പുഞ്ചിരി, ഒരു സേവനം, അതിലൂടെ നമ്മുടെ ഒരു മുഖമുദ്ര ഈ നാട്ടിൽ പതിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇല്ല മണ്ണും വെള്ളവും ചാരവുമായി പോകുമ്പോൾ ബാക്കി ശേഷിക്കാനുള്ള ഒരൊറ്റ സ്നേഹം, നമ്മുടെ കർമ്മം. ഒക്കെ തോന്നും നമ്മളാൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. നമ്മളിലൂടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. മനസ്സ് എന്തും ചെയ്യാനുള്ള സാന്നിധ്യം. നമ്മൾ വെറുതെ ഒരു ജീവിതം ജീവിച്ചൊരു കാര്യമില്ല ഇവിടെ. നമുക്ക് ഈ ജീവിതത്തിൽ നമ്മളിപ്പോൾ കഴിക്കുന്ന ചക്ക, മാങ്ങ അങ്ങനെയുള്ള ഐറ്റം നമ്മൾ നട്ടതല്ല, നമ്മുടെ പൂർവികർ നട്ടതാണ്. അവർ നട്ടതിന്റെ ഫലം നമ്മൾ ഇന്ന് അനുഭവിക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ യൗവനത്തിൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള യുവാക്കളോടാണ്, യുവതികളോടുമാണ്. ഈ യൗവനത്തിൽ എന്തെങ്കിലും ഒരു വിത്ത് ഈ ഭൂമിയിൽ പാകിയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എന്നും ഓർമ്മയിരിക്കും, അത് മറക്കാതിരിക്കും. നമ്മുടെ അബ്ദുൽ കലാം ജി പ്രണാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു മൃത്യരായി ജീവിക്കരുത്. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ എന്തെങ്കിലും ഇവിടെ ഉപേക്ഷിച്ച് എന്തായാലും നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ സ്നേഹം, നമ്മുടെ ദാനം, അപ്പോൾ നമ്മൾ എന്നും ഓർമ്മയിരിക്കും, നമ്മുടെ സ്വപ്നം. അപ്പോൾ എൻ്റെ യുവതി യുവാക്കളോട് പ്രത്യേകമായി എനിക്ക് പറയാനുള്ളത്, നിങ്ങളാണ് ഞങ്ങളെ സംരക്ഷിക്കേണ്ടത്. നിങ്ങളെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ മക്കൾ. അപ്പോൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് വിടവാങ്ങണം. ഓക്കെ.